വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. LDFിൻ്റെ കൊട്ടിക്കലാശത്തിൽ വിദേശ പൗരന്മാർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. വലിയ ആവേശമായിരുന്നു LDF പാളയത്തിലുണ്ടായിരുന്നത്. കൽപ്പറ്റയിൽ വെച്ചാണ് കലാശക്കൊട്ട് നടന്നത്. അന്ന് വലിയ വിജയപ്രതീക്ഷയോടുകൂടിയാണ് LDF നേതാക്കളെല്ലാം പ്രതീക്ഷിച്ച പ്രതീക്ഷയോടെയാണ് സംസാരിച്ചത്. ഇതാ ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. ശതമാനത്തിൽ ചെറിയ കുറവൊക്കെ ഉണ്ട്. പക്ഷേ LDF പാളയത്തിൽ ആശങ്കയില്ലെന്നാണ് നേതാക്കളെല്ലാം പറയുന്നത്. കഴിഞ്ഞ തവണ ദേശീയ നേതാവ് ആനി രാജയായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത്. പരമാവധി വോട്ട് നേടാൻ ആനി രാജയ്ക്ക് കഴിഞ്ഞു. പ്രചരണത്തിൽ ഒട്ടേറെ മുന്നേറാൻ ആനി രാജയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇത്തവണ സത്യൻ മൊകേരിയെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കിയത്. അതായത് 2014 MI ഷാനവാസിനെതിരെ മത്സരിച്ച് വെറും 20,000 വോട്ടുകൾക്ക് മാത്രമാണ് സത്യൻ മൊകേരി അന്ന് പരാജയപ്പെട്ടത്. അതേ പോരാട്ട വീര്യത്തോടു കൂടിയാണ് ഇപ്രാവശ്യം വലിയ പ്രചരണവും കോലാഹലവും ഒക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതും ഒടുവിൽ മേപ്പാടിയിലെ ഭക്ഷ്യക്കിറ്റ് വിവാദവും എല്ലാം പാലക്കാട്ടത്തെ ട്രോളി വിവാദവുമെല്ലാം LDFിന് അനുകൂലമായി മാറും എന്ന പ്രതീക്ഷയാണ് LDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വോട്ട് കിട്ടും, എത്രത്തോളം വിജയം കൈവരിക്കാനാകും എന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. സത്യൻ മൊകേരി എന്ന ദേശീയ കർഷക നേതാവ്, ദേശീയ പ്രക്ഷോഭങ്ങളുടെ നായകൻ, അദ്ദേഹം ഗ്രാമങ്ങളിൽ ചെന്ന് തൊഴിലാളികളും കർഷകരുമൊക്കെയായി സംവദിച്ചു. കൃഷിമന്ത്രി P പ്രസാദ് ഉൾപ്പെടെ, P സന്തോഷ് കുമാർ MP ഉൾപ്പെടെ നിരവധി നേതാക്കൾ സത്യൻ മൊകേരിയുടെ പ്രചരണത്തിന് വയനാട്ടിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഈ പ്രചരണങ്ങളെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് LDFിനെ സംബന്ധിച്ച് ഉള്ളത്. CPIയുടെ ദേശീയ നേതാവെന്ന നിലയിലും വയനാട്ടിൽ ഏറെ പരിചയമുള്ള വ്യക്തി എന്ന നിലയിലും തനിക്കനുകൂലമാണ് ഈ തെരഞ്ഞെടുപ്പെന്നാണ് സത്യൻ മൊകേരി തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിച്ചിട്ടുള്ളത്. അവരിലൊക്കെ സ്വാധീനം ചെലുത്തി അവർ LDFിൻ്റെ കാൻഡിഡേറ്റ് ജയിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അവർ കുറേയധികം എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് അപ്രോച്ചബിളായിട്ടുള്ള ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് നേതൃത്വം നൽകുന്ന പൊളിറ്റിക്കലായ കാര്യങ്ങൾ കുറച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന കാൻഡിഡേറ്റ് ജയിക്കട്ടെ എന്ന് സാധാരണ വർക്കേഴ്സും കൃഷിക്കാരിൽ മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പുതിയ ജനറേഷനുണ്ട്, ഹയർ ലെവലിലുള്ള ആളുകളൊക്കെ. അവരൊക്കെ അങ്ങനെ ചിന്തിക്കുക എന്ന് തന്നെയാണ് കരുതുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. പ്രചാരണത്തിൽ മുഴുവൻ വോട്ടർമാരിലേക്കും എത്താൻ